കേരളത്തിൽ ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യത. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നിലനിൽക്കുന്ന തീരദേശ ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനഫലമായാണ് മഴ വീണ്ടും ശക്തമായിരിക്കുന്നത്. മോശം കാലാവസ്ഥയും കടലാക്രമണ സാധ്യതയും കണക്കിലെടുത്ത് കേരള തീരത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുവരുന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ മൂഴിയാർ ഡാം ഏതു നിമിഷവും തുറന്നേക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഡാമിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവലായ 190 മീറ്ററിലെത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുമ്പോൾ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കിവിടും. ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഒരു കാരണവശാലും ആരും നദിയിലിറങ്ങാൻ പാടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.